ഇനിയിപ്പോൾ നോക്കേണ്ടത് മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ലിഡിയ, എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട വാർത്തകളായി വരിക ഇന്ന്? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി വരിക ഹൈക്കോടതി വാർത്തകൾ തന്നെയാണ്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സിംഗിൾ ബെഞ്ച് ഈ അപ്പീൽ പരിഗണിച്ചപ്പോൾ ഇതിൽ ഈ CBI അന്വേഷണം വേണ്ട എന്ന അത്തരത്തിൽ ഒരു ഉത്തരവായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അത്തരത്തിലെ ചോദ്യം ചെയ്ത് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിലാണ് ഇന്ന് ഹൈക്കോടതി വിധി പറയുക. ഇതിൽ സർക്കാർ CBI അന്വേഷണം ആവശ്യമില്ല, നിലവിലെ അന്വേഷണം ശരിയായ രീതിയിലാണ് പുരോഗമിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ സമർപ്പിച്ചിരുന്നു. സർക്കാരിന്റെ നിലപാട് അതായിരുന്നു. എന്നാൽ ഇത് ആത്മഹത്യയാണോ എന്നതിൽ സംശയമുണ്ട്, ഇത് കൊലപാതകമാണോ എന്നതിൽ സംശയമുണ്ട് എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ ഒപ്പം ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് വിധി പറയുക. 10 മണിയോടെ ഇന്നത്തെ അത്തരത്തിലൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് SSLC പരീക്ഷ തുടങ്ങുകയാണ്. ജില്ലയിൽ ഇന്ന് 33,000-ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. 4 ഉപജില്ലകളിലായി വിവിധ ക്ലസ്റ്ററുകളായി തിരിച്ചാണ് പരീക്ഷയുള്ളത്. അത്തരത്തിൽ പരീക്ഷകളും കാര്യങ്ങളുടെയും ഒരു കാര്യം കൂടി നമ്മൾ ഇന്ന് കാണേണ്ടതുണ്ട്. മധ്യകേരളത്തിൽ നിന്ന് പ്രധാനമായി വരാനിരിക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്. ശരി ലിഡിയ, എന്തായാലും മധ്യകേരളത്തിലെ തുടർ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം.